ശ്രീ സി പി ജോൺ, അതിദാരിദ്ര്യമുക്തമാക്കുക കേരളത്തെ എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും സന്തോഷമാകുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അങ്ങനെ ആകണം. പക്ഷേ അതൊരു സിനിമാ താരങ്ങളെ വെച്ചുള്ള ഒരു ആഘോഷമാക്കി ഒരു പ്രത്യേക സമയത്ത് അത് കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നത്. മാത്രമല്ല, എങ്ങനെയാണ് അതിൻ്റെ മാനദണ്ഡം? ഇതാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. പക്ഷേ വളരെ വിശദമായി തന്നെ ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വാർത്താസമ്മേളനം നടത്തിയിരുന്നു. നേരത്തെ വിയോജനക്കുറിപ്പ് എഴുതിയ ഇടതുപക്ഷ നിലപാട് തന്നെ ഉള്ള പ്രമുഖരുടെ തന്നെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായി മറുപടിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങ് അത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ അത് തെറ്റായ ക്രൈറ്റീരിയ ആണ് എന്നതാണോ അങ്ങയുടെ അഭിപ്രായം? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ ആരോപണങ്ങൾ തന്നെയാണോ അങ്ങേക്ക് ഉന്നയിക്കാനുള്ളത്? അങ്ങേക്ക് കുറച്ചുകൂടി അതിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലാനാകുമല്ലോ. തീർച്ചയായിട്ടും ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കാം. ഏതായാലും ബിജു അലക്സ് അല്ലേ, അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൻ്റെ അംഗം, അദ്ദേഹം ഇവിടെ പറഞ്ഞതിൽ ഒരു കാര്യം നന്നായി. ആശ്രയ പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നുവെന്ന്. ആശ്രയ പദ്ധതി 2002 വരുമ്പോൾ ഞാൻ പ്ലാനിംഗ് ബോർഡിലെ അംഗമാണ്. ഐ എം നോട്ട് ഡ്രോപ്പിംഗ് മൈ നെയിം. അന്ന് അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത ആളുകളുടെ പേര് പറയുകയാണെങ്കിൽ അത് വി രാമചന്ദ്രൻ സാറുണ്ട്. അതിന് പുറമേ ഇന്ന് വിജയാനന്ദ് നമ്മുടെ റിട്ടയർഡ് ചീഫ് സെക്രട്ടറിയും അതേപോലെ തന്നെ അന്നത്തെ കുടുംബശ്രീ മിഷൻ്റെ ഡയറക്ടറായിട്ടുള്ള TK ജോസുവാണ്. അതുപോലെ തന്നെ ശാരദാ മുരളീധരനെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ കണ്ടെത്തിയത് 2.5% ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്നത്തെ കണക്കിന് ഒരു 1.5 കോടി ആളുകൾ എന്ന് വേണമെങ്കിൽ 1.5 ലക്ഷം വേണമെന്നുകൊണ്ട് പറയാം. ഈ ഗവൺമെൻറ് വന്നപ്പോൾ എന്താ ചെയ്തത്? ആശ്രയ പ്രോജക്റ്റ് പൊളിച്ചു എന്ന് അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൽ ഇരുന്നുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആശ്രയ പ്രോജക്റ്റ് നിർത്തി, അതല്ലേ സത്യം? അപ്പോൾ ആശ്രയ പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാക്കുക? ആശ്രയ പ്രോജക്റ്റ് ഇറ്റ് വാസ് എ സബ് പ്ലാൻ അല്ലെങ്കിൽ സബ് പ്രോജക്റ്റ് ഓഫ് കുടുംബശ്രീയുടെ കീഴിലാണ് ആശ്രയ കൊണ്ടുവന്നത്. ആ ആശ്രയ കൊണ്ടുവന്നതിന് ശേഷം കൃത്യമായി അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഒരുപാട് കുടുംബങ്ങളെ അന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. ഇപ്പോൾ ഈ പോവർട്ടിയുടെ വലിയൊരു പ്രശ്നം, ഒരു ഭാഗത്ത് നമ്മൾ ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടേക്ക് വീണ്ടും ആളുകൾ കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അല്ലാതെ അത് ഒരിക്കലും അബ്സല്യൂട്ട് സീറോ ആവില്ല. അപ്പോൾ ആ നിലയ്ക്ക് ആശ്രയ പദ്ധതി AK ആൻ്റണി ഗവൺമെൻറ് കൊണ്ടുവന്ന ആശ്രയ പദ്ധതി, അതിനുശേഷം ഉമ്മൻചാണ്ടി 2005 മുഖ്യമന്ത്രി ആയപ്പോൾ കൊണ്ടുവന്ന ആശ്രയ പദ്ധതി, ആ ആശ്രയ പദ്ധതിയുടെ പരിപാടികൾ അവസാനിപ്പിച്ചുകൊണ്ട് പുതിയൊരു പ്രോജക്റ്റ് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനവർ ചെയ്തതെന്താണ്? പരമാവധി ആളുകളുടെ എണ്ണം കുറച്ചിട്ട് ഇപ്പോൾ ദാരിദ്ര്യം എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. അത് അദ്ദേഹം ഒരു PhD ബിരുദധാരിയാണല്ലോ. ദാരിദ്ര്യം എന്നുള്ളത് വളരെ ടെക്നിക്കലായിട്ടൊരു വേർഡാണ്. ഇക്കണോമിക് സ്റ്റഡീസിൽ, ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ വളരെ ടെക്നിക്കലായിട്ടൊരു കാര്യമാണ്. അത് അബ്സല്യൂട്ട് പോവർട്ടി, റിലേറ്റീവ് പോവർട്ടി, അതിൻ്റെ മെത്തേഡ്സ്, ടൂൾസ്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ അവരിപ്പോൾ പറയുകയാണ്, ഞങ്ങൾ 64,000 കുടുംബങ്ങളെ അഗതികളല്ലാതാക്കി. ഡെസ്റ്റിറ്റ്യൂട്ട് എന്നൊരു വാക്കുണ്ടല്ലോ, ഡെസ്റ്റിറ്റ്യൂട്ട് ഫ്രീ ആയി എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു മീനിങ് ഉണ്ട്. അതിന് പകരം ഇപ്പോൾ ഇവിടെ നടക്കുന്ന PR ഏജൻസി പ്രവർത്തനങ്ങൾ, ആ PR ഏജൻസിയുടെ ഭാഗമായി പ്ലാനിംഗ് ബോർഡ് പ്രവർത്തിക്കുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. പ്ലാനിംഗ് ബോർഡ് ആ കാര്യത്തിൽ കൃത്യമായ സമീപനം എടുക്കണമായിരുന്നു. എന്താണ് നമ്മുടെ ഡിപ്രൈവേഷൻസ്, എന്തെല്ലാം ഡിപ്രൈവേഷൻസിനെ വെച്ചിട്ടാണ് പരിശോധിക്കുന്നതിന് പകരം ഇത്തരം 64,000 ചുരുക്കി ഇത് പെരുമ്പറയടിക്കണം. ഞാൻ ഇന്നലെ മറ്റൊരു ചാനലിൽ പറഞ്ഞു, കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നം സെല്ല് ചെയ്യുകയാണ്. ആ സെല്ല് ചെയ്യുന്നതിന് വിതരണക്കാരെ ആവശ്യമുണ്ട്, പരസ്യക്കാരെ ആവശ്യമുണ്ട്. ഇപ്പോൾ 3 സിനിമാ നടന്മാരെ, അവരോടൊക്കെ നമുക്ക് ആരാധനയാണ്. പക്ഷേ അവർ വന്നിട്ട് പറയുകയാണ് ദാരിദ്ര്യമുക്തമായി എന്ന് പറയുന്ന അതിസമ്പന്നരാണ് പറയുന്നത്. പക്ഷേ നായനാരുടെ കാലത്ത് ഇവിടെ സാക്ഷരതാ ക്യാമ്പയിൻ തുടങ്ങി. ഒരു നവസാക്ഷരയായ ഒരു വനിതയാണ് കേരളം സാക്ഷരതയിലേക്ക് എത്തിയെന്ന് പ്രഖ്യാപിച്ചത്. അതിന് മാറി ഇവർക്കെല്ലാം കമലഹാസനും മോഹൻലാലും മമ്മൂട്ടിയും പറഞ്ഞാലേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഫെറ്റീഷ് എന്ന് പറയുന്ന തരത്തിൽ കേരളത്തിലെ 2ാം പിണറായി ഗവൺമെൻറ്റിനെ ഒരു ചരക്കാക്കി മാറ്റിക്കൊണ്ട്, ഉൽപ്പന്നമാക്കി മാറ്റിക്കൊണ്ട് അത് എന്താ പറയുക, അതിനെങ്ങനൊരു വിതരണം നടത്തി അതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാം എന്നുള്ള ഒരു സങ്കല്പത്തിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇനി ഇത് 2ാമത്തെ വിഷയം എന്താ? കേരളം ദാരിദ്ര്യമുക്തമായി എന്ന് പറഞ്ഞാൽ അതിൽ വേറെയും ഒരുപാട് പ്രശ്നമുണ്ട്. കേരളം ഒന്നാമത് ദാരിദ്ര്യമുക്തമായിട്ടില്ല. ദാരിദ്ര്യമുക്തമല്ല എന്ന് മന്ത്രി വിശദീകരിക്കുന്നു. ശ്രീ സി പി ജോൺ, അതിദാരിദ്ര്യമുക്തം അങ്ങനെ തന്നെ പറയണമെന്ന്.
അല്ലാതെ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ക്യാമ്പയിൻ എന്താണ്? അപ്പോൾ ഇത് കാണിക്കുന്ന എന്താ, കേരളത്തിന് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇത് തന്നെയാണ് ഒരിക്കൽ വളരെ എന്താ പറയുക, ഒട്ടും സയൻറ്റിഫിക് അല്ലാത്ത തരത്തിൽ ജോർജ് കുര്യൻ പറഞ്ഞു, നിങ്ങൾ ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ ജോർജ് കുര്യൻ പറഞ്ഞവിടെ എനിക്കൊട്ടും യോജിപ്പായിട്ട് തോന്നിയില്ല. അങ്ങനെ പറഞ്ഞിട്ടൊന്നുമല്ല പൈസ കേന്ദ്രം കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ദാരിദ്ര്യം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതെ അതിനെ മറച്ചു വയ്ക്കുകയും, അതിനെയാണ് ഇവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നവ ഉദാരീകരണ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, നിയോ ലിബറൽ, ആ നിയോ ലിബറൽ ഭാഷയിൽ ഇവിടെ എല്ലാം ശരിയായി, ഇനി ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന ക്യാമ്പയിൻ ചെയ്ത് വോട്ടുണ്ടാക്കുക എന്ന് ചുരുങ്ങിയ വഴിയിൽ കൂടെ പോവുകയാണ്. എങ്കിലും ഇപ്പോൾ 64,000 വീട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? 64,000 കുടുംബങ്ങൾ അവർ രക്ഷപ്പെടട്ടെ. പക്ഷേ ആശ്രയ പദ്ധതിയെ പൊളിച്ചു. അത് പറഞ്ഞല്ലോ 2017 അത് മാറ്റി എഴുതിയെന്ന്. എന്നാൽ ആശ്രയ പദ്ധതി കൃത്യമായ ഒരു ഗവൺമെൻറ് പ്രോഗ്രാം എന്ന രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതിനേക്കാളും എത്രയോ മെച്ചപ്പെട്ട തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യില്ലേ? ആശ്രയ പ്രോജക്റ്റിൻ്റെ ആളുകളെ തിരഞ്ഞെടുത്തത് വെറുതെ ഇന്ന് തിരഞ്ഞെടുത്താണോ? എത്രയോ റിഗ്രസ് ആയിട്ടുള്ള എൻക്വയറി നടത്തിയില്ലേ? അതിൻ്റെ അതുപോലെ തന്നെ സർവേ നടത്തിയില്ലേ? അപ്പോൾ ഇവർക്കെല്ലാം വീണ്ടും ചക്രം കണ്ടുപിടിക്കണം, ഇൻവെൻറ്റിങ് ദ വീൽ അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടേതാക്കി തീർക്കണം. അങ്ങനെ അവരുടേതാക്കി തീർത്തി 64,000 ആളെ ഞങ്ങൾ രക്ഷിച്ചതോടുകൂടി കേരളം രക്ഷപ്പെട്ടു പരിപാടിയാണ് എന്ന് ആരോപിക്കാൻ പറ്റുമോ? കാരണം 2021 മന്ത്രിസഭായോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. 2017 മുതൽ, അതായത് ആശ്രയ പദ്ധതിയെ പൊളിച്ചു. ആശ്രയ പദ്ധതി വേണ്ടാന്ന് വെച്ചില്ലേ? ആശ്രയ പദ്ധതി കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നില്ലേ? ഇപ്പൊ കുടുംബശ്രീ എല്ലാ ഗവൺമെന്റും കണ്ടിന്യൂ ചെയ്യല്ലേ? ജനകീയ ആസൂത്രണം അത് കണ്ടിന്യൂ ചെയ്യല്ലേ? സ്വന്തം പരിപാടികളിലൂടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ശരി, അദ്ദേഹം കൈ ഉയർത്തുന്നുണ്ടോ എന്ന് ചോദിച്ച ശേഷം ഡോക്ടർ ജിജു, ശ്രീ സി പി ജോൺ പറഞ്ഞതിന് മറുപടി ഉണ്ടോ? യെസ് പറയും. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് വളരെ വാസ്തവവിരുദ്ധമായ ഒരു കാര്യമാണ്. ഒന്ന്, ആശ്രയ പദ്ധതി നിർത്തിയിട്ടില്ല. ആശ്രയ പദ്ധതി നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, 1,57,000 കുടുംബങ്ങൾക്ക് ആശ്രയ പദ്ധതി പ്രകാരം ഇപ്പോഴും ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കുടുംബശ്രീ വഴിയാണ് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും പദ്ധതി വിഹിതമായി ആശ്രയയ്ക്ക് വേണ്ടി തന്നെ കുടുംബശ്രീക്ക് പണം കൊടുക്കുന്നുണ്ട്. ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും പ്രയാസം നേരിടുന്ന ഈ 3 കാര്യങ്ങളാണ് ആശ്രയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആശ്രയയിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞു, അതിദാരിദ്ര്യത്തിൻ്റെ ചില തുരുത്തുകൾ കേരളത്തിലുണ്ട്. അത് നമുക്കെല്ലാം കാണാവുന്നതാണ്. ചിലപ്പോൾ മനുഷ്യസ്നേഹികളായിട്ടുള്ള മനുഷ്യരുടെ പ്രവർത്തനം കൊണ്ട് ചിലരൊക്കെ വല്ലാത്ത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാറുണ്ട്. അത് ഈ രോഗം ബാധിച്ചവർക്ക് നമ്മൾ ക്ലൗഡ് ഫണ്ടിങ് ഒക്കെ നടത്തി കൊടുക്കാറുണ്ട്. ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വിഭാഗം ആൾക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി 2021 ഞാൻ ഉത്തരവിൻ്റെ നമ്പർ വേണമെങ്കിൽ വായിക്കാം. 296/2021 തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഒരിക്കലുമല്ല, അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. സമയം ഞാനത് വിശദീകരിക്കാം. താങ്കൾ വഴങ്ങുമെങ്കിൽ അല്ല വേണ്ട, വഴങ്ങുമെങ്കിൽ ഞാൻ ചോദ്യം മാത്രമേ ഉള്ളൂ. ആശ്രയ പദ്ധതിയിലൂടെ നേടിയെടുക്കാൻ പറ്റും എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്തത്? വേറെ ചോദ്യം അതിപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അത് ആശ്രയ പദ്ധതിയെ മെച്ചപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. ആശ്രയ പദ്ധതിയിലൂടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാമായിരുന്നല്ലോ. ഈ പറയുന്ന ആശ്രയ പദ്ധതി എഴുതുന്ന കൂട്ടത്തിലൊരാളായിരുന്നു ഞാനും. അതിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഒരു ഹൗസ് ഹോൾഡിനെ ഒരു പ്രോജക്റ്റ്, ഒന്ന് പറഞ്ഞോട്ടെ, ഒരു ഹൗസ് ഹോൾഡിന് ഒരു പ്രോജക്റ്റ്, അല്ലാതെ എല്ലാവർക്കും കണ്ണട, എല്ലാവർക്കും പിന്നെ എന്താ പറയുക വാക്കിംഗ് സ്റ്റിക്ക്, അല്ലെങ്കിൽ എന്താ പറയുക വാക്കിംഗ് എക്യുപ്മെൻറ്റ്, അങ്ങനെയല്ല. ഒരു വീട്ടിൽ ഇപ്പം മെൻ്റലി ചാലഞ്ചിലായിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക്, അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ആളാണെങ്കിൽ അയാൾക്ക്, ഇപ്പോൾ കിണറില്ലാത്ത പ്രശ്നമാണെങ്കിൽ അത്, അങ്ങനെ ഹൗസ് ഹോൾഡ് വൈസ് പ്രോജക്റ്റ് ഉണ്ടാക്കിയിരുന്നു പ്ലാനിംഗ് ബോർഡിൽ. താങ്കൾ എടുത്ത് നോക്കൂ. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു കാര്യവും നിങ്ങളിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആശ്രയം നടക്കുന്നു നിങ്ങൾ പറയുന്നു എന്ന്. പ്രോജക്റ്റ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആശ്രയ നിർത്തലാക്കിയെങ്കിൽ അങ്ങ് പറയുന്നതിനകത്ത് സാങ്കത്യം ഉണ്ടെന്ന് കരുതാം. പക്ഷേ ആശ്രയം നിർത്തലാക്കിയിട്ടില്ല. ആശ്രയം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആശ്രയയില് വളരെ ഘടകങ്ങളെ ഉണ്ടായിരുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് 10-50
50 ഘടകങ്ങൾ വളരെ വിശദമായിട്ടുള്ള സർവേ നടത്തി റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ സ്ട്രെസ് ഫാക്ടർ, ഡിസ്ട്രസ് ഫാക്ടർ കൃത്യമായി കണ്ടുപിടിച്ചുകൊണ്ടാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പദ്ധതി നമ്മൾ നിർത്തലാക്കിയിട്ട് അതിനേക്കാൾ inferior ആയിട്ടുള്ള വേറൊരു പദ്ധതി ആരംഭിക്കുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞാൽ ഉണ്ടെന്ന് വെക്കാം. അതോടുകൂടി ആശ്രയ ബൈ ഡിഫോൾട്ട് പുറത്തായി. ആ ഇംപ്രൂവ്ഡ് പ്രോഗ്രാം ആശ്രയാക്കി മാറ്റായിരുന്നില്ലേ? ഇല്ല, ആശ്രയെ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഞാൻ എതിരല്ല. ഇല്ല. അപ്പൊ ആശ്രയ പദ്ധതി ഞാൻ പറഞ്ഞത് ഐ സ്റ്റാൻഡ് കറക്റ്റഡ് ബൈ യു. അതായത് ആശ്രയ പദ്ധതി ഇപ്പോഴും ഉണ്ട്. ആശ്രയ പദ്ധതിക്ക് എത്ര രൂപ കോടിയോ മാറ്റി വെച്ച് എനിക്കറിയില്ല. പക്ഷേ ആശ്രയ പദ്ധതി ഇപ്പോഴും ഉണ്ടെങ്കിൽ ആശ്രയ പദ്ധതിയെ കൂടുതൽ പരിപോഷിപ്പിച്ചുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് വേണം, യു വാണ്ട് യുവർ ചൈൽഡ്, അതിനെ പെരുമ്പറയടിക്കും. അതിന് സിനിമാ നടന്മാർ വരണം. ഒരു ദിവസം 10 ലക്ഷം രൂപ അല്ല, അതിപ്പോൾ എങ്ങനെയാണ് പുതിയ തുടങ്ങി. എന്നുള്ള ചോദ്യം കൂടിയാണ് ഞാൻ വരാം. Debate with Smriti Parittikad.